ഹലോ. ആ അമ്മ പാക്കിംഗ് ഓൾമോസ്റ്റ് ഫിനിഷായി. അമ്മ പേടിക്കണ്ട, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോകുന്നേ. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ഇന്ന് വൈകിട്ട് ഞാൻ അവിടെ എത്തി ഉടനെ അമ്മേനെ വിളിക്കാം കേട്ടോ. ശരി അമ്മ, ലവ് യു അമ്മ. Okay, ശരി. Excuse me. Can I sit here? Yeah, sure, please. ഹലോ. ആ അമ്മ, ഞാനിവിടെ ഓക്കെയാണ്. ആ, ഇവിടെ സേഫ് ആണ്. ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ആ, പാമ്പ് ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയല്ലേ? എന്താ അമ്മ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ സ്ട്രീറ്റിലാ. ഞാൻ റൂം എത്തിയിട്ട് വിളിച്ചാൽ മതിയോ? ശരി, ഓക്കെ. മലയാളിയായിരുന്നല്ലേ? അതെ, നല്ല അസൽ മലയാളിയാ. ഞാൻ ആദ്യം കണ്ടപ്പോ ലുക്കൊക്കെ കണ്ടപ്പം ഹിന്ദിക്കാരിയാന്ന് വിചാരിച്ചേ. ലുക്കാണ് ഒരാളെ ജഡ്ജ് ചെയ്യാമോ? ഐ എം സോറി. ഞാൻ മനു, പെരുമ്പാവൂരാ. മെറിൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് എറണാകുളത്തുണ്ട്. ഓ, അല്ല, അപ്പൊ നാട്ടിലെവിടെയാ? ഐ മീൻ ഫാമിലി ഒക്കെ? ഞാൻ ജനിച്ചത് കണ്ണൂരാണ്, വളർന്നത് UAE, പഠിച്ചത് മംഗലാപുരം, കോയമ്പത്തൂർ, ആൻഡ് വർക്ക് ചെയ്യുന്നത് ബോംബെ. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഓ, അല്ല, എന്ത് ഇവിടെ? ഇവിടെ ജസ്റ്റ് ട്രാവലിന് വന്നതാ. നിങ്ങളോ? എന്റെ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ തായ് ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ആയിട്ടുണ്ട്. ഓ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാ. ഓ, ഡയറക്ടർ ആണോ? ആ, അതിനുവേണ്ടി ശ്രമിക്കുന്നു. എനിവേ, ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. നൈസ് മീറ്റിംഗ് യു ടു. എനിക്ക് ഫിഷ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണേ. ഇവിടുത്തെ സീ ഫുഡ് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. സീ ഫുഡ് അല്ലേ, എനിക്കും ട്രൈ ചെയ്യണമെന്നൊക്കെയുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 3 ദിവസം കൂടി ഞാൻ ഇവിടെ ഉണ്ടാവത്തുള്ളൂ. ആണോ? ഫെസ്റ്റിവൽ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ തിരിച്ചു കയറും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒറ്റയ്ക്ക് പോണതൊരു മടുപ്പാ. അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ രസായനെ. പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാനും പറ്റും. ശരിയാണ്, പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ നമ്മുടെ പാർട്ണറായിട്ടുള്ള റാപ്പോ സെറ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ പണിയുള്ളൂ. ഓ അത് ശരിയാ, എനിക്ക് നല്ല അനുഭവമുണ്ട്. എനിക്കും. എങ്ങനെ ഈ സിനിമയൊക്കെ പിടിക്കുന്നേ? എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ അധികം സിനിമ കാണാറില്ല. ഇനി കാണുവാണെങ്കിൽ തന്നെ വല്ല കോമഡി പടമൊക്കെ കണ്ട് അങ്ങനെ. മനസ്സിലായി. ഇല്ല, എൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ കുറച്ച് കോമഡിയൊക്കെ കയറ്റി, അതാണ് എൻ്റെ ഒരു പരിപാടി. ഈ സത്യൻ സാറും ശ്രീനി സാറൊക്കെയാണ് എൻ്റെ മാനസ ഗുരുക്കൾ. ഓ, ലൈഫുള്ള സിനിമ അല്ലേ? അതെ അതെ. അത് മാത്രമല്ല, എനിക്ക് പുതിയ ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലപ്പോൾ അവരൊക്കെ ആയിരിക്കും എൻ്റെ അടുത്ത സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഇനി തൊട്ട് ഞാൻ സൂക്ഷിക്കണല്ലോ എന്തെങ്കിലും പറയുമ്പോ. ആർക്കറിയാം, ഇനി അടുത്ത കഥയിൽ ഞാനായിരിക്കില്ല, എന്റെ ജീവിതമായിരിക്കില്ല കഥാപാത്രം എന്ന്. ഇനി ആയിരിക്കോ? മേ ബി. അപ്പൊ ശരി, ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഓ ഓക്കെ, അപ്പൊ കാണാം. കാണാം കാണാം. ശരി, ബൈ. അതെ.